ഒരു കഥ നമ്മളൊക്കെ വളരെയധികം ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു കഥയായിട്ട് തന്നെ എനിക്ക് തോന്നി. അത് കൊണ്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഒരു വീട്ടിൽ ഭാര്യ മരിച്ച ശേഷം അച്ഛൻ മാത്രം ആ വീട്ടിലെക്കുക. അപ്പോൾ മക്കളെയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അച്ഛന്. അപ്പോൾ മക്കൾ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ കൂടെ വന്നോളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട മക്കളെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, അച്ഛൻ അവിടെ ഇരുന്നോണ്ട്, അച്ഛൻ അവിടെ വന്നോണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥലത്ത് മകൻ വീട് വെച്ചു. മകളാണെങ്കിൽ കല്യാണം കഴിച്ച് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ മകനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനെ ഇവരെല്ലാ ദിവസവും പറയും, അച്ഛാ ഇവിടെ വന്ന് നിന്നോന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ വന്ന് കണ്ടുപോരാം, പേരക്കുട്ടികളെയും കാണാമല്ലോ എന്ന് പറയും. അങ്ങനെ എല്ലാ ദിവസവും ഈ അച്ഛൻ അങ്ങോട്ട് നടന്നു പോകും. അവിടെ ചെന്ന് പേരക്കുട്ടികളെയൊക്കെ കണ്ട് ആ ഒരു സ്നേഹത്തിൽ സന്തോഷത്തിൽ അച്ഛൻ വരും. എൻ്റെ മക്കൾക്കൊക്കെ എന്നോട് എന്തൊരു സ്നേഹമാണ്, എൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ എന്തൊരു സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനോട് അവർ പറയും, അച്ഛൻ ഇവിടെ നിന്നൂടെ അച്ഛാ, അച്ഛൻ എന്തിനാ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണേ? വേണ്ട മക്കളെ, ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണല്ലോ, പിന്നെ എനിക്ക് എന്നും വരാമല്ലോ നിങ്ങളുടെ അടുത്ത്, അത് കാരണം കൊണ്ടാവാറ്. അപ്പോൾ പിന്നെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഭയങ്കര എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ഒരു മനസ്സോട് കൂടിയിട്ട്, ഒന്നുമല്ല മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ പോവാൻ പറയില്ലേ. അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും കുട കൊണ്ടുവരേണ്ട, ഈ കുടയുണ്ട് ആ വീട്ടിൽ മറന്നു വെച്ചു. അച്ഛൻ പോയി പകുതി ദൂരം നടന്നപ്പോഴാണ് അച്ഛൻ ഓർത്ത്, ഷെടാ കുട എടുത്തില്ലല്ലോ. അപ്പോൾ അച്ഛൻ വിചാരിച്ചു, ഓ കുട എന്നാൽ തിരിച്ചെടുക്കട്ടെ പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ആദ്യം വരാൻ നിൽക്കണ്ടേ, അപ്പോൾ വേഗം ഇപ്പം തന്നെ അങ്ങോട്ട് പോവാം, പകുതി വഴിയിലേ ആയിട്ടുള്ളൂ പറഞ്ഞിട്ട് അച്ഛൻ വേഗം തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ച് നടന്ന് അച്ഛൻ ഉമ്മാർത്തെത്തിയിട്ട് ആ കുട എടുക്കാൻ നിൽക്കുമ്പോഴാണ് അകത്തുനിന്നുള്ള സംസാരം കേൾക്കണത്. മരുമകളുടെ, ആ വയസ്സിനടുത്ത കാലത്തൊന്നും ചാവൊന്നും തോന്നുന്നൊന്നുമില്ല, എന്തൊരു ആരോഗ്യമാണ്, നമ്മളെക്കാൾ ആരോഗ്യമാണ്. ഇയാൾക്ക് ആകെ വിഷമമായിട്ടോ. അപ്പോഴേക്കും മോൻ പറയാം, ആ അത് ശരി തന്നെയാണ്, നമ്മളെക്കാളും ആരോഗ്യം തന്നെ അച്ഛന്. ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നിട്ടോ ഞാൻ സ്ഥലവും കാര്യങ്ങളൊക്കെ വിൽക്കണം എന്ന് വിചാരിച്ചാൽ പല ആൾക്കാരോടും പറഞ്ഞും വെച്ചു, പക്ഷേ എവിടുന്ന് ഒന്നും നടക്കണില്ലേ. ഈ കണക്കിന് നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ആ ആൾക്ക് ഒന്നും പറ്റുന്നു തോന്നുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയാം കേട്ടോ. അച്ഛനാകെ തകർന്നിട്ട് ആ കുടയും പിടിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് നടന്നു. പിന്നെ ഉണ്ടാവണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ആ തറവാട്ടിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ മകൻ അത് അറിഞ്ഞപ്പോൾ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു, അയ്യോ അച്ഛൻ എവിടെ പോയെന്ന് നിങ്ങളോട് പറഞ്ഞു? ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഉണ്ടായോ? അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല, അച്ഛനെ കാണാനില്ല, അച്ഛൻ എവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അച്ഛൻ പോകുന്നത് ഞങ്ങൾ കണ്ടു, അച്ഛന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചു എങ്ങടാ പോകണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛനൊന്നും മിണ്ടിയില്ല. അപ്പോൾ എൻ്റെ മോൻ എങ്ങാനും വരികയാണെങ്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു അച്ഛൻ. എന്താ പറഞ്ഞേ അച്ഛൻ, എന്താ പറഞ്ഞേ? അത് വേറെ ഒന്നുമല്ല, എന്താ കുട ഒരിടത്തും മറന്നു വയ്ക്കരുത്, ഇനി അഥവാ മറന്നു വെച്ചാലും അതെടുക്കാൻ ഒരിക്കലും തിരിച്ചു പോകരുത് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എന്താ പറയുക, ഇയാൾ ആകെ ഇങ്ങനെ ഒന്നിങ്ങനെ നിന്നു. പിന്നെ അയാൾക്ക് മനസ്സിലായി അച്ഛൻ എപ്പോഴും കയ്യിൽ പിടിക്കാറുള്ള കുടയും. അപ്പോൾ ചിലപ്പോൾ അച്ഛൻ കുട എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളുടെ സംസാരം കേട്ടിരിക്കുക എന്നുള്ളതൊക്കെ. എന്താല്ലേ ജീവിതത്തിൽ നമ്മൾ ചില സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോഴുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികവും നമുക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ തന്നെ എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് വാതിക്കൽ വന്ന് നിൽക്കാനും, നമ്മൾ വരുന്നു എന്ന് പറയുമ്പോൾ ആകാംക്ഷയോടുകൂടി നിൽക്കുന്നതും ഒക്കെ നമ്മുടെ അച്ഛനമ്മമാരുണ്ടാവുമ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കാത്തിട്ട് വീടിൻ്റെ മുമ്പിൽ ഒരാളും ഉണ്ടാവില്ല. നമ്മൾ വരുന്നു എന്ന് കേട്ടിട്ട് ആർക്കും വലിയ എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവില്ല. മക്കൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ ഏത് കിടക്കയെന്നാണെങ്കിലും ചോദിക്കാൻ അമ്മമാർക്കേ സാധിക്കൂ, അച്ഛന്മാർക്കേ സാധിക്കൂ. എടാ സൂക്ഷിച്ചു പോകണം കേട്ടോ, വണ്ടി നീ വൃത്തിയായിട്ട് പാർക്ക് ചെയ്ത് പോകണം കേട്ടോ, നീ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാൻ. പലപ്പോഴും നമുക്കെന്താ വിവരമില്ലേ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവരുടെ മുമ്പിൽ അവർക്കെപ്പോഴും അവരെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുമെങ്കിലും നമ്മൾ ചിന്തിക്കുക, എത്ര കാലം നമ്മളെ ചീത്ത പറയാനും ദേഷ്യപ്പെടാനും നമ്മളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ നമ്മുടെ അച്ഛനമ്മമാരുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത്. താങ്ക് യു.